എന്റെ അമ്മ അപ്പോഴേ പറഞ്ഞു ഫുഡ് കഴിക്കുമ്പോ ഫോൺ നോക്കല്ലേ എന്ന്. മീ ഹാവിംഗ് ഡിന്നർ വാച്ചിങ് വൈൽ വാസോണൻസ്. എന്റെ വാലറന്റ് ലൈവ് ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോ ഇതൊന്നും കാണരുത് കേട്ടാ. ஒரு ரூபா சோத்துக்கே உணர்ச்சி வசப்படுறீங்க. പാവോടാ എന്റെ അമ്മച്ചി. ബാബുവാടാ ഇത്, ബാബുവല്ലേ ഇത്? ബാബു ബോബോയ് ഒരുമിച്ച് പഠിച്ചാടാ. ഇത് ബാബു ആണത്, ബാബുന്റെ അല്ലേ? ബാബു അല്ലേ ഇത്? അയ്യോ ഡ്രോണ, അയ്യോ മയില് എന്തൊരു വേനായിരുന്നു അറിയാം 2 ദിവസത്തേക്ക്. ജസ്റ്റ് ഫോർ ഫൺ എണ്ണ. എടാ നേരെ ഒന്ന് അടിച്ചാലും കിട്ടും. പിന്നെ ഒന്ന് കുനിഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ ഒരു പ്രശ്നം ഉണ്ടാ. ഇങ്ങനെ ആകുമ്പോഴത്തേനും കുറച്ചുകൂടെ ഒരു ഇത് കിട്ടും. ആ ഒരു ഇത് നോക്കിയാൽ മതി. നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്, വാലറന്റ് ക്രൗച്ച് ചെയ്ത് അടിക്കാനാണ് ഉദ്ദേശിച്ചത്. അത് നമുക്ക് നമ്മുടെ ഓഡിയൻസിലെ അതായത് ഇംഗ്ലീഷ് അറിഞ്ഞുവിടാത്ത ആൾക്കാരുടെ അടുത്ത്, ക്രൗച്ച് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരുടെ അടുത്തും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു കൊടുത്തതാണ്. അതായത് ക്രൗച്ച് ചെയ്ത് അടിച്ചാൽ കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് അടിക്കാം, മനസ്സിലായ? അതാണ് ഉദ്ദേശിച്ചത്. That Kalipan gang during a power cut on their gang. നീയൊക്കെ മുള്ളിയല്ലടാ, നനഞ്ഞല്ലോ നിന്റെയൊക്കെ. കറണ്ട് പോയപ്പോഴത്തേക്ക് നട്ടല്ലേ പോയ ടി വി അല്ല നീ ഒന്നും കറണ്ട് പോയപ്പോഴത്തേന്. खत्म बाय बाय टाटा गुड बाय. Converted. Me and my single homie. എനിക്കും കളി കിട്ടണില്ല. ഭയങ്കര പാടാ പറ്റി, അത്ര എളുപ്പമുള്ള കാര്യമല്ല. സത്യം ഭയങ്കര പാടെ. ഫൈനലി ആഫ്റ്റർ ഗെറ്റിംഗ് വൺ. എന്റെ അമ്മോ, കളി കഴിഞ്ഞടേ അങ്ങനെ. കളി കിട്ടുന്നില്ലെന്ന് ഉദ്ദേശിച്ചത് ഗെയിമിനകത്താണ്. വാലറന്റ് കളി കിട്ടുന്നില്ലെന്നാ പറഞ്ഞത്. കളി കഴിഞ്ഞത്. അയ്യോ, ഇനിയാണ് ശരിക്കും ഡ്രൈവിംഗ്. ഇവിടെ കഥ ആരംഭിക്കാൻ പോണേ. പട്ടാ പകല് ചുറ്റിയ നടുക്ക് വെച്ച് പീടി വണ്ടി 5 ബോളുകൾ നടുക്കുന്ന അടിച്ചു മാറ്റാറെങ്കിൽ നമുക്കിത് കൊണ്ടുപോയി ഏൽപ്പിക്കാനാണ്. 5 minutes later. ഇറങ്ങി പോലീസ് വന്നടാ. ഡയലോഗ് ആരെല്ലാം കേട്ടായിരുന്നാ? ഇനിയാണ് ശരിക്കും ഡ്രൈവിംഗ്. ഇവിടെ കഥ ആരംഭിക്കാൻ പോണേ. പട്ടാ പകല് ചുറ്റിയ നടുക്ക് വെച്ച് പീടി വണ്ടി 5 ബോളുകൾ നടുക്കുന്ന അടിച്ചു മാറ്റാറെങ്കിൽ നമുക്കിത് കൊണ്ടുപോയി ഏൽപ്പിക്കാനാണ്. പാവോടാ, ചന്ദ്രൻ ഇട്ട് കൊടുത്തിട്ട് ഓടിയേട്ടാ. സർവ്വതീനല്ലേ കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം.
സുനിമോൻ എടാ അയച്ചാ പക്ഷെ മറ്റേ പുള്ളിക്കാരൻ പാടണത് എനിക്ക് അയച്ചെന്നേക്കണേ. അഴകു നിറയും രാധ അഴകു പൊഴി അതയച്ചു കൊടുത്തവൻ പാവ സുനിമോനടാ. എന്തോരം കൊതിച്ചിട്ടുണ്ടാവും എന്റെ അളിയ. എടാ മോനെ പ്രൊഫൈലുള്ള ഐഡിയ വല്ലതും ഉണ്ടോ? സർവർ സീനല്ലേ? എല്ലാണ്ടും നോക്കിയിരിക്കുവായിരുന്നു ചേട്ടാ. ടീച്ചർ നിനക്ക് കൊണ്ടില്ലായിരുന്നു അമ്പത്തൂരെ. അണ്ണാ എനിക്കുണ്ടായിരുന്നത് രണ്ടെണ്ണം. പിന്നെ രണ്ടെണ്ണോ? അതാ ഒരു സൈഡ് രണ്ട് സൈഡില്ലേ അണ്ണാ, ഒരെണ്ണല്ലേ? ആ അടുത്തൊരു ചെറിയ വർഷം. പക്ഷെ അത് രണ്ടെണ്ണം പറയത്തില്ലടാ, രണ്ടെണ്ണം പറയത്തില്ല, അത് ഒന്നാ സത്യം പറഞ്ഞ. എന്നാൽ ഈ ദൈവം സൃഷ്ടിച്ചപ്പോ അവിടെ കളർ വരായിരുന്നു. സായിപ്പന്മാർക്കുണ്ടല്ലോ അണ്ണാ, പിന്നെ നമുക്കതല്ലേ. എടാ അവര് മൊത്തത്തിൽ വെളുത്തിരിക്കുമല്ലേടാ. അപ്പൊ നീ പറയണത് നിന്റെ കുണ്ടി മാത്രം കറുത്തു പോയെന്നാണോ? ഇതൊക്കെ വെളുത്തിരുന്നിട്ട് എന്ത് ചെയ്യാനാ? വെളുത്തിരിക്കുവാണോ നിന്റെ? അതല്ല കറുപ്പ് ഏഴഴകല്ലേ അണ്ണാ, അതിനെ അതുകൊണ്ട് നമ്മുടെ ബാക്കും കറുത്തിരിക്കണ്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിനിപ്പോ എന്താ? ആ കുണ്ടി ഇഷ്ടപ്പെടുന്നതിന് മതി അണ്ണാ, അത്രേ ഉള്ളൂ. എടാ, ഈ കുണ്ടിയൊക്കെ എങ്ങനെയാണ് 18+ അമ്പത്തൂര് പറഞ്ഞേട്ടാ. ആ കുണ്ടി ഇഷ്ടപ്പെടുന്നവര് മതി അണ്ണാ. ഇതൊക്കെ ആരെല്ലാം നോക്കുവാണ്? അതാരടാ? ഇല്ല എടാ എന്റെ ഇത് ഊരി പോണടാ. എന്ത് കുണ്ടിയല്ല ഹെഡ്സെറ്റ്. ഇത് അവൻ അതേപോലെ കട്ട് ചെയ്തിട്ടിരിക്കണാടാ. സൂപ്പർമാൻ. She's happy with her new boyfriend. I'm still thinking of her. I feel like alone without anyone. I opened YouTube. So hello guys, അപ്പോൾ എല്ലാവർക്കും welcome back to another stream guys. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. അപ്പോൾ പള്ളി Hello guys. Hi. എടാ പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ബ്രേക്കപ്പ് ഒന്നും വലിയ പെയിൻ ആണ്, സത്യമാണ്. പക്ഷെ ശരിക്കും എന്നാലും ഉണ്ടല്ലോ ലൈഫിൽ വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ മുമ്പോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പറയാം ഒന്നും വേണ്ട, ഒരു ഫാമിലിയുടെ ഉത്തരവാദിത്തം തല വരുമ്പോൾ നീയൊക്കെ പറയും ഈ ബ്രേക്കപ്പ് ഒക്കെ വെറും കോപ്പായിരുന്നു. നമുക്ക് ഒരു റിലേഷൻഷിപ്പ് പോയാൽ ചിലപ്പോൾ അടുത്ത റിലേഷൻഷിപ്പ് കിട്ടുമായിരിക്കും. പക്ഷെ അതോർത്ത് ലൈഫ് കളയാനാണെങ്കിൽ മൂഞ്ചി തെറ്റി നടക്കത്തേ ഉള്ളൂ. കുറെ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി ഉണ്ടാവും നിങ്ങൾക്കൊക്കെ. ഇതിന്റെ പേരിൽ ഡിപ്രഷൻ അടിക്കില്ലെന്ന് ഞാൻ പറയുള്ളൂ. അത് എളുപ്പമൊന്നും അല്ല, എന്നാലും ഞാൻ പറയാണ്. ഇപ്പൊ ഈവൻ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യണമെന്നാൽ ഞാനും ഇതാവും. പക്ഷെ നമ്മളുടെ തലയിലോട്ടൊരു ഫാമിലിയുടെ ഒക്കെ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ, റെസ്പോൺസിബിലിറ്റി ഒക്കെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് തോന്നും ഈ റിലേഷൻഷിപ്പ് ഒന്നും വലിയ നമ്മൾ അന്നേരം സഹിച്ച വിഷമമൊന്നും വലിയ വിഷമമൊന്നും ആയിരിക്കത്തില്ലെന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കും, ഇവിടെ ഗൾഫിലൊക്കെ പോയി കിടന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസി ചേട്ടന്മാർ നമ്മുടെ ലൈവിൽ തന്നെ ഉണ്ടാവും. അവരൊക്കെ അനുഭവിക്കുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ പെയിൻ. ശോകമാണ്, അത് ഭയങ്കര ശോകമാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ബ്രേക്കപ്പ് പെയിനൊക്കെ ഒന്നുമില്ലേ 4 നേരം 3 നേരം ഫുഡ് കിട്ടുന്നില്ലേ, നമ്മൾ ഫുഡ് കഴിച്ചിട്ടല്ലേ കിടന്ന് ഓർത്ത് കരയണേ. അതുപോലും ഇല്ലാത്ത എത്ര പേരുണ്ടാവും. അത് കുറച്ച് ശോകമാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒരു മോട്ടിവേഷൻ ആയിട്ട് പറയാണ്, ഈ ബ്രേക്കപ്പ് പെയിനിൽ ലൈഫ് കളയരുത് ഒരിക്കലും. മൂവ് ഓൺ ഗൈസ്, മൂവ് ഓൺ. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട, അത് ആണാണേലും പെണ്ണാണേലും. ആഫ്റ്റർ ഗെറ്റിംഗ് ബ്രേക്കപ്പ് സത്യടാ, എന്റെ ആദ്യ പ്രണയത്തിലുണ്ടായിരുന്നു. അയ്യോ കൊച്ചൊന്നും അല്ലേട്ടാ, എനിക്കൊരു മറ്റേ ബർത്ത്ഡേക്ക് എന്റെ അവളുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഒരു ബർത്ത്ഡേക്ക് ഒരു കപ്പ് തന്നേട്ടാ. അത് ഞാൻ ബ്രേക്കപ്പ് അതിന് ഇതുവരെ എനിക്ക് പെണ്ണ് തെറ്റായിട്ടില്ല. മൈരന്ന് തല്ലി പൊട്ടിച്ച ഫ്ലാഷ് ബാക്ക്. ഇത് ഞാൻ കാണിച്ചത് ഓൾറെഡി. സൂപ്പർ.
വാസു എലി കോംബോ ആക്ച്വലി വ്യൂവേഴ്സ് എക്സ്പെക്ടേഷൻ അബൌട്ട് റൊമാൻസ്. ചൂടരെ ഇതിന്റെ പാട്ട് മൊത്തം ഉണ്ട് ട്രോളില്. ബട്ട് റിയാലിറ്റി പാസാർപ്പി വരുമ്പോ നോ എലി. നോ സിങ്കോ എലി. വാല കളിക്കാൻ നേരത്തെ ഇറങ്ങുന്ന വാസ്തുണ്ട്. താങ്ക്സ്.